മോനെ ഒരു വണ്ടി വിളിക്ക മോനെ ഇന്ന് ആശുപത്രി കൊണ്ടുപോടുപോലെ. എന്നിട്ട് പറ്റിയേ കറങ്ങുന്നു പോലെ. ഞാൻ ഒരു ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. ഒരു വണ്ടി വരുന്നുണ്ട്, വാ നോക്കണേ. വേണ്ട, അത് ഞാൻ നോക്കിട്ട് വിളിക്കാം. ഒന്ന് ശ്വാസം എടുത്ത്. പേടിക്കാനൊന്നുമില്ല. 3 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. വേറെ പ്രശ്നം ആയിക്കോട്ടെ. ആ ഏട്ടാ, അച്ഛനെന്താ പറ്റിയേ? ഓട്ടോക്കാരൻ എന്നോട് വിവരം പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് ഒരു ക്ഷീണമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞു. പിന്നെ ഈ മരുന്നൊന്നും വാങ്ങിയിട്ടില്ല. എന്നാല് നമ്മളിവിടെ ഇരിക്കാം. മരുന്ന് കിട്ടിയാ? മോൻ വന്നില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ. ഇല്ല മോനെ, നിന്റെ പേരെന്താന്ന്? എന്തിനോട്ട് പേരല്ലാതെ നമുക്ക് പിന്നെ കാണാം. ഇല്ല മോനെ, എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാരും ഉൾപ്പെടുത്തുമ്പോൾ നന്നായിട്ടാണ്. ഏട്ടൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടാ. ഞാൻ പോവാം, പോയിക്കോട്ടെ. എന്തായാലും അച്ഛൻ പേര് ചോദിച്ചതല്ലേ, പേര് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന്റെ ആവശ്യമൊന്നുമില്ലപ്പാ. നമ്മളെന്തായാലും പരസ്പരം സഹായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെല്ലാം പറയണമെന്നില്ല. നമുക്ക് പിന്നെയും കാണണ്ടല്ലേ. ഓക്കെ, കാണാം. പോവാ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും അവരവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന വഴികൾ പലതായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എത്താനുള്ള വഴി അതൊന്നേ ഉള്ളൂ: മനുഷ്യത്വം.